ചേട്ടൻ വിളിച്ചേ? നീ ഇതപ്പോ എത്തി? കുറച്ചേരായി. അളിയാൻ വന്നില്ലേ? ഇല്ല. എന്താടി, എന്തെങ്കിലും പ്രശ്നമായോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ പിന്നെയും ശ്രീധരത്തിന്റെ പേരും പറഞ്ഞ് അവളെ എടുത്തിട്ട് അടിച്ച്. അവനിപ്പോ 50,000 രൂപ വേണമെന്ന്. കഴിഞ്ഞ മാസമല്ലേ ഇതേ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ 25,000 രൂപ കൊടുത്തത്. എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ ഇത് എവിടെ നിന്ന് എടുത്ത് വെച്ച് കൊടുക്കേ? എൻ്റെ കയ്യിൽ എന്തെങ്കിലും നിവർത്തി ഉണ്ടായിരുന്നത് ഞാൻ കൊടുത്തേനെ. പക്ഷെ വയ്യാത്ത ഞാൻ എന്തോ ചെയ്യാൻ? പിന്നെ അവൻ തല്ലിയോ? ഈശ്വരാ, എന്റെ കുഞ്ഞ് നീ ഗതി വന്നല്ല. അമ്മ, ഇനി ഇവളെ അങ്ങോട്ട് വിടണ്ട. അവളെ ഇവിടെ നിർത്തിയാൽ മതി. ഇവിടെ എവിടെ നിർത്താന്? ഇവിടെ ആകെ 2 മുറിയല്ല ഉള്ളോ. അത് തന്നാണോ രാത്രി കിടന്ന് കുഞ്ഞു കിടന്ന് കരഞ്ഞാൽ അച്ഛന്റെ ഉറക്കം പോകത്തില്ലേ? ഓ, എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് തലപ്രാന്ത് എടുക്കേ. എന്റെ പിടി വിട്ടോണ്ടല്ല ആ അളിയൻ തെറ്റി ഞാൻ വല്ലതും ചെയ്തു കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ അതൊന്നും വേണ്ട. നീ എങ്ങനെയും കാശ് ഒപ്പിച്ച് അവളെ പറഞ്ഞ് വീട്ടിൽ വിടാൻ നോക്കും. കെട്ടിച്ചു വിട്ട പെണ്ണ് വീട്ടിൽ വന്ന് നിൽക്കുന്ന നാട്ടുകാരറിഞ്ഞാ കുടുംബത്തിനാ ചീത്തപ്പേര്. ഇവിടെ കഴുത്തേലോ കാതിലോ വല്ലതും കിടക്കുന്നിടത്ത് വിൽക്കാൻ നോക്കും. നിങ്ങളുടെ പെങ്ങളെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. സുജയ്, നിനക്ക് എന്തിന്റെ കേടാ? അല്ല, ഇപ്രാവശ്യം എത്രയാ ചോദിച്ചിരിക്കണേ? കഴിഞ്ഞ പ്രാവശ്യം 25,000, അതിന്റെ മുന്നത്തെ പ്രാവശ്യം 30,000. സുജയ്, അല്ലെങ്കിൽ തന്നെ എന്റെ കൺട്രോൾ പോയിരിക്കുകയാണ്. ഇനി നീ ആയിട്ടും കൂടെ തുടങ്ങല്ലേ പ്ലീസ്. നിങ്ങൾ എന്താ എന്നെയും കുഞ്ഞിനെയും കുറിച്ച് ആലോചിക്കാത്തേ? നിങ്ങൾ ഒറ്റൊരാളുടെ ശമ്പളം കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞു പോകുന്നത്. അച്ഛനെയും അമ്മേനെയും നോക്കാം, അത് കടമയാണ്. ഇത് കെട്ടിച്ചു വിട്ട പെങ്ങളെയും കൂടെ നോക്കണം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവുന്നേ? കുഞ്ഞു വളർന്നു വരാൻ നിങ്ങൾ ഇതുവരെ ഒരു 10 പൈസ അതിന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ അമ്മ ഡെയിലി രാവിലെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുക, കുഞ്ഞു വളർന്നു വരുതല്ലേ, എന്തെങ്കിലും നീ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോന്ന്. അറിയാവോ? എടി, അതൊക്കെ ശരി തന്നെ. പക്ഷെ അവൾ എന്റെ പെങ്ങളല്ലേ. പെങ്ങളെ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടതല്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്ന എന്തിനാന്ന് ഞാൻ ചോദിക്കുന്നത്. എന്ത് സുജേ? ഇത് അവന്റെ അവളെയും കൂടെ പ്ലാനിങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാ മാസം നിങ്ങളുടെ പൈസ അടിച്ചു മാറ്റാനായിട്ട്. ഇപ്രാവശ്യം പൈസ മേടിച്ചു പോയിട്ട് അടുത്ത മാസം ചേട്ടാന്ന് പറഞ്ഞ് വന്നില്ലെങ്കിൽ എന്റെ പേര് മാറ്റി വിളിച്ചോ നിങ്ങള്. ഇനി ഏതായിരുന്നാലും ഞാൻ കാശ് കൊടുക്കാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ കാശും ഇല്ല കൊടുക്കാൻ. പിന്നെ എന്ത് ചെയ്യാൻ പോണ്? അവളും മോളും ഇവിടെ നിൽക്കട്ടെ. ആഹാ, അത് കൊള്ളാലോ, നന്നായിട്ടുണ്ട്. അവളും കുട്ടി ഇവിടെ നിന്നോട്ടെ, നടന്നത് തന്നെ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി ഇവളും കൂടെ വന്നാ പിന്നെ രണ്ടും കൂടി ഇരുന്ന് എന്നെ കുറിച്ച് കുറ്റം പറയലായിരിക്കും മെയിൻ പരിപാടി. അല്ലെങ്കിൽ തന്നെ ഇവള് വന്നാ പിന്നെ ഇവള് പോകുന്നത് വരെ നിങ്ങളുടെ അമ്മ എന്നോട് ഒരു അക്ഷരം ഇടാറില്ല. അറിയാവോ? സുജയ്, നീ ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവളും മോളും ഇവിടെ തന്നെ നിൽക്കും. ഇത് അവരെയും കൂടെ വീടല്ലേ. നീ പോയി കഴിക്കാൻ വല്ലതും എടുത്തു പോയി. നീ ഇതിനെ പറ്റി ഒരു സംസാരം വേണ്ട. അമ്മ, ഞാനേ നാളെ അങ്ങോട്ട് തിരിച്ചു പോയാലോ എന്ന് വിചാരിക്കുക. നീ കാശില്ലാതെ അങ്ങോട്ട് പോയാലോ അവൻ നിന്നെ പിന്നെ ഉപദ്രവിക്കത്തില്ലേ മോളെ? കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടമ്മ, അതോടെ എല്ലാം തീരുമല്ലോ. ശരിക്കും എനിക്ക് മടുത്തമ്മ. സത്യമായിട്ടും കുഞ്ഞിനെ ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ പിടിച്ചിരിക്കുന്നേ. ഇനി അതും ഉണ്ടായെന്ന് വരില്ല. ഞാൻ എന്ത് പറയാനാ മോളെ? അച്ഛനാണെങ്കിൽ തീരെ വയ്യ. എനിക്കും അച്ഛനും മരുന്ന് വാങ്ങണേ നല്ലൊരു തുകയാവും. ഇന്ന് വരെ അവനൊരു ബുദ്ധിമുട്ട് കാണിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ നീ കുഞ്ഞിനെയും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞാലേ നാട്ടുകാരെന്ത് പറയുമെന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. ചപ്പാത്തി റെഡി ആയിരുന്നോ? ഇപ്പൊ ഉണ്ടാക്കി തരാം മോളെ. അച്ഛന് കൊടുത്ത ഉടൻ തന്നെ നിങ്ങൾക്ക് തരാം. ഓ, അപ്പോ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കാൻ പോണത്. എന്നാലല്ലേ രണ്ടിനും കൂടെ എന്നെ കുറിച്ചുള്ള കുറ്റം പറഞ്ഞുകൊണ്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതെന്താ സുജ നീ അങ്ങനെ പറഞ്ഞത്? അല്ല പിന്നെന്തിനാ ഞാൻ കേറി വരുമ്പോ നിങ്ങൾ സംസാരം നിർത്തിയത്?
അയ്യോ മോളെ, അവള് നാളെ തിരിച്ചു പോവാന്ന് പറഞ്ഞു. അതാണ് സംസാരിച്ചത്. മോളിങ്ങി വന്നപ്പോഴത്തേനും അത് പറഞ്ഞു തീർന്നു. അല്ല പ്രിയ, എനിക്ക് മനസ്സിലാവാനിട്ട് ചോദിക്ക, നിനക്ക് എന്താ പ്രശ്നം? നീ എന്തിനാണ് പിന്നെയും പിന്നെ അവന്റെ തല്ല് മേടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ? എന്താ മോളെ, മോൾ ഒന്നും അറിയാതെ പോലെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്താ ചോദിക്കണ്ടേ? എല്ലാ മാസവും കാശ് കാശ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കി അവൻ ഇവിടെ ഇങ്ങോട്ട് വിടും. ഇവിടുന്ന് ഇല്ലാത്ത കാശ് ഒപ്പിച്ച് നമ്മൾ അങ്ങോട്ടും വിടും. ഇത് തന്നെ കഥ. ഇതിനൊരു അന്ത്യമില്ലേ? അല്ല, ജീവിതകാലം മുഴുവനും നീ അവന്റെ തല്ലും മേടിച്ച് ഇങ്ങനെ ജീവിക്കാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നിനക്കറിയാലോ, എനിക്ക് ഈ വീട്ടിൽ സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ല. ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെന്നും എനിക്കറിയാം. അതെ, ഞാനുള്ള കാര്യം ഉള്ള പോലെ പറയുന്ന ആളാണ്. എനിക്കിഷ്ടമല്ല നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് നമ്മൾ തമ്മിലുള്ള വലിയ വഴക്കിൽ അവസാനിക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ നീ അവിടെ പോയിട്ട് അവന്റെ തല്ല് മേടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇത് രണ്ടും നീ തന്നെയല്ലേ പറയുന്നേ? നിനക്ക് ചിന്തിച്ചൂടെ? ഞാൻ ഒരു പെൺകുട്ടിയല്ലേ? ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ആരുടെയും സഹായം ഇല്ലാതെ എങ്ങനെ ജീവിക്കാനാ? അതെ, നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യമുണ്ട്. പിന്നെ നിനക്കൊരു ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം? ഇങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എന്തിനാ? നീ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഇവിടെ പ്രവീണായിട്ടിന് നല്ല ജോബ് ഉണ്ട്, എന്റെയും കുട്ടിയുടെയും കാര്യം നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ MBA ക്ലാസ്സിന് പോണില്ലേ? അത് ഇവിടുത്തെ ജോലി ചെയ്യാനുള്ള മടി കൊണ്ടാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാനൊരു ജോലി ചെയ്ത് എനിക്ക് ശമ്പളം കിട്ടുമ്പോ അത് പ്രവീണായിട്ടിനും കുടുംബത്തിനും തന്നെയല്ലേ ഉപകാരമാവാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് നീയാണ്. നീ എടുക്കുന്ന തീരുമാനങ്ങൾ പോലെ ഇരിക്കും നിന്റെ ലൈഫ്. അമ്മേ, റെഡി ആയ വിളിച്ചാ മതി. അളിയൻ വിളിച്ചായിരുന്നോ? ഇല്ല ഏട്ടാ, അയാൾക്ക് പിന്നെ നമ്മുടെ കാശ് മാത്രം മതിയല്ലോ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, എന്നെ ഒന്ന് സ്നേഹത്തോട് പോലും നോക്കിയിട്ടില്ല. പിന്നെ അയാളുടെ പഴയ കാമുകിമാരെ വെച്ച കമ്പാരിസൺ. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു കണ്ണാടി നോക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ല. ശരീരത്തിലാണെങ്കിൽ അയാളുടെ തല്ലുകൊള്ളാത്തൊരു ഭാഗവുമില്ല. മോളെ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമുക്കിനി ബന്ധം വേണോ? നീ എന്താ ഇതൊക്കെ എൻ്റെ അടുത്ത് ആദ്യമേ തുറന്നു പറയാത്ത? കാശിന് ആക്രാന്തം ഉണ്ടെങ്കിലും നിന്നെ സ്നേഹിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്കറിയില്ല ഏട്ടാ എന്ത് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു തരം മരവിപ്പിലാണ് ഞാൻ. അമ്മയോട് ഞാൻ പലവട്ടം ഇക്കാര്യം പറഞ്ഞതായിട്ടാ. അപ്പം അമ്മ പറയുന്നത് പെണ്ണുങ്ങളായ ഇതൊക്കെ സഹിക്കണമെന്നാ. മോളെ, നമുക്കിന്ന് തന്നെ ഒരു വക്കീലിനെ കാണാം, ഡിവോഴ്സിന് ഫയൽ ചെയ്യും. കല്യാണ സമയത്ത് അവന് കുറച്ച് കാശ് കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിരുന്നു. അത് കൊടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞു അവൻ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണം. എന്തായിരുന്നാലും അച്ചറ്റയ്ക്ക് ഞാൻ കൊടുക്കണം. മാളുവിന് അവളുടെ അച്ഛനെന്ന് പറഞ്ഞ ജീവനായിട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളെല്ലാം സഹിച്ച് അവിടെ നിന്നത്. പിന്നെ ഇവിടെ 2 ദിവസം വന്ന് നിൽക്കാന്ന് വിചാരിച്ചാൽ സുജയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അമ്മയുടെ അച്ഛൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഡിവോഴ്സ് ചെയ്താൽ ഞാൻ എങ്ങോട്ട് പോകും ചേട്ടാ? ശരിക്കും എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് ചത്ത് കളയാനാ തോന്നുന്നത്. മോളെ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഈശ്വര, സ്വന്തം അനിയത്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഗതികെട്ട ഒരു ഏട്ടനായിപ്പോയില്ല. ഏട്ടാ, മറ്റാരെക്കാളും ഏട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും.
അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ഇതൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാത്തത്. നീ പേടിക്കണ്ട. അച്ഛനോടും അമ്മയോടും ഞാൻ ഈ കാര്യം സംസാരിച്ചോളാം. ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പം ആദ്യം അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അച്ഛനെ അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പ്രിയ ഇന്ന് പോവാന്നാ പറഞ്ഞ കേട്ടോ. ആ അതേതായാലും നന്നായി. അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ടാൽ പിന്നെ അതാ വീട്. പിന്നെ കുടുംബമാകുമ്പോൾ അല്ലറ ഇല്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവനല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള സ്ത്രീധനം ഇതുവരെ തീർത്തു കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ പൈസ ചോദിക്കുന്നതിന് അവനെ കുറ്റം പറയാൻ പറ്റും? അച്ഛാ, ആ കോൺട്രാക്ടർ സാബുവിൻ്റെ നമ്പർ ഉണ്ടോ? ആ കാണും. ആ ഡയറിയിലെ മറ്റോ എഴുതിയിട്ടുണ്ട് ഞാൻ. എന്തിനാണ്? അല്ല, നമ്മളെ പുറകിലത്തെ ആ ചായ പിടിച്ചിട്ടേ ഒരു റൂം ഇറക്കാൻ വേണ്ടിയിട്ടാ. അത് നീ എന്തിനാ ധൃതി പിടിച്ചപ്പോൾ അതൊക്കെ ചെയ്യാൻ പോന്നെ? തന്നെയല്ല, ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീധനം കൊടുത്ത് തീർത്തൂടെ? സ്ത്രീധനം? അച്ഛാ, സ്ത്രീധനത്തിന്റെ പേരിൽ ഞാൻ ഇനി ഒരു ചില്ലി കാശ് കൊടുക്കില്ല. അത് മാത്രമല്ല, ഇനി അവൾ അങ്ങോട്ട് പോകണില്ല. അവള് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പോവാ. ആരോട് ചോദിച്ചിട്ട്? അച്ഛാ, അവളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനേ അവൾ ഇനി ആരെടുത്താ ചോദിക്കേണ്ടേ? എടാ കുഞ്ഞ്, നാട്ടുകാരെന്ത് പറയടാ? ഇത്രയും നാൾ അമ്മ നാട്ടുകാരുടെ ചെലവിലാണോ കഴിഞ്ഞത്? നിങ്ങളുടെ രണ്ടുപേരെ വാക്കും കേട്ടിട്ടാ ആ തെണ്ടിക്ക് ഞാൻ എൻ്റെ അനിയത്തെ അടിക്കാനും ഇടിക്കാനും ഒക്കെ വിട്ടുകൊടുത്തത്. ഇനി എനിക്കതിന് കൂട്ടുവയ്ക്കാൻ പറ്റൂല. കുടുംബത്തിന്റെ മാനം, കുടുംബത്തിന്റെ പേര് അറിഞ്ഞുകൊണ്ട് സ്വന്തം മോളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് ആരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനാ? അവള് ചത്താലും നിങ്ങൾക്ക് വരുന്ന അഭിമാനം. ഇനി എനിക്കതിന് പറ്റൂല. എന്റെ അനിയത്തിയെ ഇങ്ങനെ നിരയിക്കാൻ വിടാൻ എനിക്ക് പറ്റൂല. എടാ, സുജിക്കാണെങ്കിൽ പ്രിയ ഇവിടെ വന്ന് നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. എന്റെ കുഞ്ഞ് ഇവിടെ കിടന്ന് ആത്തുമ്പോൾ സഹിക്കുന്ന കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് ഭേദവാ അവന്റെ വീട്ടിൽ പോയി അവന്റെ അടി കൊള്ളുന്നത്. അതപ്പോ ഒന്ന് കാണണ്ടല്ലോ. ഇവിടെ ആരും നരയിക്കാൻ പോണില്ല. അവൾ എൻ്റെ ഒറ്റ ഒരു പെങ്ങളാണ്. പിന്നെ സുജയുടെ കാര്യം, അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവളും പെണ്ണല്ലേ, കാര്യങ്ങൾ മനസ്സിലാവും. മോനെ, എനിക്ക് ഒരേ ഒരു മോളല്ലേടാ അവൾ. പക്ഷെ നീ ചിന്തിച്ച പോലൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എൻ്റെ മോടെ സന്തോഷത്തെക്കാൾ എപ്പോഴും ഞാൻ എൻ്റെ അഭിമാനത്തിലാണ് വില കൊടുത്തത്. അച്ഛാ, അച്ഛൻ ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ ഭൂമിയിൽ അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. അവക്കൊരു കൈത്താങ്ങായി നിന്ന് സംരക്ഷിക്കേണ്ടത് നമ്മളല്ലേ? നീ പറഞ്ഞത് സത്യമാ. ഞാൻ എൻ്റെ കമ്പനിയിൽ അവൾക്കൊരു ജോലി നോക്കിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് സാലറി കുറവായിരിക്കും. പക്ഷെ അവൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊക്കെ ഇല്ലേ അച്ഛാ അവൾക്ക്? എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോയി സാബുവിനെ നേരിട്ട് കണ്ട് വിവരം പറയാം. അപ്പൊ പണിയും പെട്ടെന്ന് തീർക്കുമല്ലോ. ശരി അച്ഛാ. ചേട്ടാ, പ്രിയ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിവിടെ ആവശ്യത്തിലേറെ കരുതലും സ്നേഹമൊക്കെ കിട്ടിയപ്പോൾ അവളുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാതെ പോയി. ജീവിതം എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. നമുക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ ചേട്ടാ.